ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ കത്രിക എന്നൊരു ആരോപണം ഉന്നയിച്ച് മോശപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞു ആ കത്രിക കുടുങ്ങിയത് 2017 21 എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ല വിമർശിക്കേണ്ടത്, ശൈല ടീച്ചറെയാണ് വിമർശിക്കേണ്ടതെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞു വെച്ചത്. നമ്മളൊക്കെ ആശുപത്രിയിൽ പോകാത്തവരാണോ? നമ്മളൊക്കെ കഴുത്തിന് പരിക്ക് പറ്റാത്തവരാണോ? ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും എന്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്ന് പറയാനുള്ളത് നമ്മുടെ നിയമസഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങളാണ്. വീണ ജോർജ്, അവിൻ ബാർക്കി കഴിഞ്ഞ ദിവസം എന്താണ് പത്തനംതിട്ട നടത്തിയ പ്രസ് ക്ലബിനെ കുറിച്ച് കുറെ അധികം കാര്യങ്ങളും ഒക്കെ പറയാനുണ്ട്. നമുക്കറിയാം PR വർക്കുകളുടെ സ്റ്റണ്ട് തന്നെയാണ്. എല്ലാവരും ഒരു മാസം മുന്നേ PR വർക്കുകൾ തുടങ്ങി കഴിഞ്ഞിരുന്നു. അപ്പൊ എന്താണ് വീണ ജോർജിന്റെ കാര്യത്തിൽ PR വർക്ക് ആട്ടും മോശമൊന്നുമല്ല. വീണ ജോർജ് എന്താണ് പാർട്ടി പോലും അറിയാതെ PR വർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതിൽ പാർട്ടിക്ക് പോലും എന്താണ് എതിർപ്പുണ്ട് എന്ന് അറിയാൻ സാധിച്ചിരുന്നു. കാരണം വീണ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും ഈ തവണ പൊങ്ങി വരത്തില്ല, എന്താണെങ്കിലും പൊട്ടിപ്പോകുമെന്ന് പാർട്ടിക്ക് പോലും എതിർപ്പുള്ള ഒരു സംഭവമാണ്. പാർട്ടി പോലും കൈവിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വീണ ജോർജ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 തവണയും വീണ ജോർജ് മത്സരിച്ച് വിജയിച്ചതാണ്. ആദ്യത്തെ തവണ MLA ആയിട്ടും രണ്ടാമത്തെ തവണ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടും വന്നതാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് വന്നപ്പോൾ അവസ്ഥ നമ്മൾ കണ്ടതാണ്. എല്ലാത്തിനും ഒരു അന്വേഷണം എന്ന് പറഞ്ഞിട്ട് വളരെ ബാലിഷ്യമായിട്ട് കത്രിക കേസ് തന്നെയാണെങ്കിൽ നോക്കിയാൽ മതി. കത്രിക കേസിൽ അത് ഞാൻ ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള സംഭവമല്ല, അതെന്നാണ് ശൈലജ ടീച്ചർ ഉണ്ടായ സംഭവമാണ്, അതുകൊണ്ട് അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ബാലിഷ്യമായിട്ട് പറഞ്ഞ് ഒഴിയുന്ന ഒരു മന്ത്രിയിലും, പിന്നെ അതുപോലെ തന്നെ വീണ മന്ത്രിയുടെ വേറൊരു ഹൈലൈറ്റ് ഐറ്റം എന്ന് പറഞ്ഞത് ഒരു സംഭവം നമ്മുടെ കഴുത്തുളിക്ക പരിപാടിയാണ്. അതിനകത്ത് തന്നെ ഇവരുടെ എന്താണ് നാടകം അങ്ങേയറ്റത്തെ നാടകമാണെന്ന് ജനങ്ങൾക്ക് പാർട്ടിയിലുള്ള അംഗങ്ങൾ തന്നെ അംഗീകരിച്ച കാര്യങ്ങളാണ്. അയ്യോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അങ്ങനെയൊക്കെ അഭിനയ കുലപതിയുടെ ഉന്നതിയിൽ നിൽക്കുന്ന വീണ ജോർജിന്റെ അവസാനത്തെ ഒരു തന്ത്രമായിരുന്നു എന്താണ് പത്തനംതിട്ടയിലെ മീറ്റിംഗ്. ആ മീറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു സംവാദമായിരുന്നു, അത് ഡിബേറ്റ് ആയിരുന്നു. സാധാരണ നമുക്കറിയാം ഇലക്ഷൻ പ്രചരണം വരുമ്പോഴത്തേക്ക് എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നിന്നാണ് പ്രചരണം നടത്താറ്. അങ്ങനെ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും തമ്മി വന്നിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെ അടിച്ചിരുത്തും. അപ്പൊ അടിച്ചിരുത്തുമ്പോൾ അതിന് പറ്റുന്ന കൗണ്ടർ പോയിന്റ് പറയാൻ തക്ക വേണം നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷെ PR ആണെങ്കിൽ അതല്ല സമയം നമ്മൾ പല ചാനലുകളിൽ വിളിച്ച് ഇന്റർവ്യൂ കൊടുക്കുകയാണെങ്കിൽ അത് ഓഫ്കോഴ്സ് നമ്മൾ ഒരു PR വർക്കാണ് ചെയ്യുന്നത്. അപ്പൊ അവര് നമ്മുടെ ആൾക്കാരാണ്. നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസിന് അവര് നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് തയ്യാറാകും, നമുക്ക് തന്നെ ഉത്തരം അറിയാം. അപ്പൊ നമ്മൾ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഒരു സംവാദം, അതായത് ഓപ്പോസിറ്റ് പാർട്ടിയും തമ്മിലായിട്ടുള്ള ഒരു സംവാദം എന്ന് പറയുമ്പോൾ സംഗതി അങ്ങനെയല്ല, നമ്മുടെ കയ്യിൽ നിന്ന് നിൽക്കത്തില്ല. അപ്പൊ നമ്മൾ ലൈവായിട്ടാണ് മറുപടി പറയുന്നത്. ലൈവായിട്ട് മറുപടി പറയണമെങ്കിൽ നമ്മൾ അത്രത്തോളം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം അവിടെ. പക്ഷെ അങ്ങനെ ഒരു ചെയ്തിട്ടില്ല, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്, നമുക്ക് പറയാൻ മറുപടിയില്ല. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്വസ്റ്റ്യൻ കൗണ്ടർ അടിക്കുമ്പോഴത്തേക്ക്, കൗണ്ടർ ക്വസ്റ്റ്യൻ അത് വരുമ്പോഴത്തേക്ക് ആ കൗണ്ടർ അത്രയധികം എഫക്റ്റ് ഉള്ളതാണെങ്കിൽ, അത്രയും വീര്യമുള്ളതാണെങ്കിൽ അതിന് അടിച്ചു നിൽക്കാൻ വീണ ജോർജിന് ഇവിടെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ എന്റെ ഫ്രണ്ട്സ്, എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ ശ്രമിക്കുക. പിന്നെ ഹൈപ്പ് ബെല്ല എന്നൊരു ഓപ്ഷൻ കാണും, അതുണ്ടെങ്കിൽ കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളത് അവിൻ ബാർക്കിയുടെ കഴിഞ്ഞ ദിവസത്തെ വീണ ജോർജുമായിട്ടുള്ള സംവാദം നമ്മൾ ഓരോരുത്തരും ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഓരോ ക്വസ്റ്റ്യൻസ് എണ്ണി പെറുക്കി അവിൻ ബാർക്കി ചോദിച്ചു എന്നതാണ് അതിന്റെ ഒരു മേന്മ എടുത്തു പറയേണ്ടത്. അപ്പം നമുക്കറിയാം ആറന്മുളയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് അവിടെ ഒരു ഓർത്തഡോക്സ് സഭയുടെ ഒരു കൂട്ടമാണ്. സഭയിൽ നിന്നുള്ള കുറെ അധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ 2 തവണയും എന്നാണ് വീണ ജോർജ് വിജയിച്ചെത്തിയത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ സഭയിലോട്ട് തന്നെ സെയിം സഭാക്കാരനായ അവിൻ ബാർക്കി വരുന്നതാണ് ഒരു ഹൈലൈറ്റ്. അപ്പൊ ഇതിൽ ആര് ജയിക്കും എന്നുള്ള ഒരു ആകാംക്ഷയാണ് നമുക്കുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ സഭയെ പോലും വീണ ജോർജിന് എതിർപ്പാണ് എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കിയത്. കാരണം അവര് പോലും കൈവിട്ട് കളഞ്ഞിരുന്നു. സ്വന്തം ഭർത്താവ് പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്രട്ടറിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു, ജില്ലാ സെക്രട്ടറി പാർട്ടി സെക്രട്ടറിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു, ഇത്തവണ വീണ ജോർജിനെ മത്സരിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അതൊന്നും വകവെക്കാതെ ഇത്തവണയും വീണ ജോർജ് നിൽക്കുന്നുണ്ട്. നമുക്ക് ഉറപ്പാണ് 8 നിലയിൽ പൊട്ടും. കാരണം ഇപ്പൊ അവിൻ ബാർക്കി എന്ന് പറഞ്ഞ ഒരു വ്യക്തി ജയിക്കേണ്ടത് സഭയുടെ കൂടെ ആവശ്യമായിട്ട് വരികയാണെന്നുള്ള കാര്യമാണ് വാസ്തവം. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം അങ്ങനെ വീണ ജോർജിന്റെ കഴിഞ്ഞ 2 ഇലക്ഷൻ സമയത്തും ഒരുപാട് പാർട്ടി പ്രവർത്തനം, ഇലക്ഷൻ പ്രൊമോഷൻ ഒക്കെ ചെയ്തിരുന്നതാണ് ഓമലൂർ ശങ്കരൻ. അപ്പൊ ഓമലൂർ ശങ്കർ ഇത്തവണ അതിനകത്തുനിന്ന് വിട്ടൊഴിഞ്ഞ് മാറി നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് തലവേദനയാവും. എന്താണെങ്കിലും വീണ ജോർജ് തോക്കുമെന്നറിയാം. തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ തലയിൽ കൊണ്ടിടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തവണത്തെ എല്ലാ കാര്യങ്ങളും പാർട്ടി സെക്രട്ടറിയെ ആക്കിയേക്കുവാണ്, സഞ്ജുവിനെ ആക്കിയേക്കുവാണ് ഇത്തവണ. അപ്പൊ അതിൽ നിന്നൊക്കെ ശങ്കരൻ അതിവിമുക്തമായിട്ട് മാറി നിൽക്കും. അപ്പൊ പാർട്ടിയിൽ തന്നെ എതിർപ്പുണ്ട്. വീണ ഇങ്ങോട്ട് രംഗത്തോട്ട് വരുന്നതിൽ പാർട്ടിയിൽ തന്നെ എതിർപ്പുണ്ട് എന്ന് വേണം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഡിബേറ്റ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ശകലം ഭാഗങ്ങൾ നമുക്ക് എങ്കിലും ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിക്കെതിരെ കത്രിക എന്നൊരു ആരോപണം ഉന്നയിച്ച് മോശപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ആരോഗ്യമന്ത്രി പറഞ്ഞു ആ കത്രിക കുടുങ്ങിയത് 2017 21 എന്ന് പറഞ്ഞാൽ
അത് തന്നെയല്ല വിമർശിക്കേണ്ടത്, ശൈല ടീച്ചറെയാണ് വിമർശിക്കേണ്ടത് എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞു വെച്ചത്. നമ്മളൊക്കെ ആശുപത്രിയിൽ പോകാത്തവരാണോ? നമ്മളൊക്കെ കഴുത്തിന് പരിക്ക് പറ്റാത്തവരാണോ? കഴുത്തിന് പരിക്ക് പറ്റിയ ഗുരുതര അസുഖമുള്ള ഒരാൾ കാറിൽ, അതും പണി നടക്കുന്ന റോഡിലൂടെ ഒരു ഇന്നോവ കാറിൽ എങ്ങനെയാണ് വന്നത്? അപ്പോൾ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയെ പോലും ഇത്ര ലാഘവത്തോടു കൂടി പെരുമാറുന്ന, ചികിത്സിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ പിടിപ്പുകേടിന് ഇതിലും വലിയ ഉദാഹരണം വേണം. ഏതായാലും 3 മാസം എടുത്ത് പഠിച്ചു വന്നതിൽ ഗുണമുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇവിടെ കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കോഴഞ്ചേരി പാലത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞങ്ങളല്ല ഇതൊന്നും പറഞ്ഞു. കോഴഞ്ചേരി പാലം ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് ആദ്യം പോസ്റ്റർ ഇറക്കിയത് സർക്കാരാണ്. എന്നാൽ പാലമല്ല, അപ്രോച്ച് റോഡാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞത് ജില്ലാ സെക്രട്ടറിയാണ്. ഏതാ സത്യമെന്ന് അവർ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് കുഴപ്പമില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പരാതികൾ ഉണ്ടായി എന്ന് പറയുന്നു. ഇപ്പോൾ 2020 മുതൽ 25 വരെ നഗരസഭ ഭരിച്ചിരുന്നത് ആരാണ് എന്നുള്ളത് നമുക്കറിയാം. ആരാ പരാതി അയച്ചത് എന്നുള്ളത് അപ്പോൾ മന്ത്രി പറഞ്ഞാൽ മതി, എനിക്ക് അതിനകത്ത് തർക്കമില്ല. അങ്ങനെ പരാതി അയച്ചത് നഗരസഭയാണോ, നഗരസഭയിലെ ആളുകളാണോ പരാതി അയച്ചത്, അതിൻ്റെ പേരിലാണോ അത് മാറ്റപ്പെടേണ്ടി വന്നത് എന്ന് മന്ത്രി പറഞ്ഞാൽ മതി. അങ്ങനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതങ്ങനെ. രണ്ട്, ഇപ്പം നമുക്ക് അടിസ്ഥാന സൗകര്യ മേഖലയിൽ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ എന്ത് വികസനം നടന്നു എന്നൊക്കെ മന്ത്രി വാക്കുകൾ കൊണ്ട് കുറേ കാര്യം പറഞ്ഞു. ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിൽ ഒട്ടിച്ച ആ നോട്ടീസ് സമ്മതപത്രമാണ്. ഒരു കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു നോട്ടീസ് ഒട്ടിക്കപ്പെട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയാണെങ്കിൽ അത് ആരാണ് ഒട്ടിച്ചത്? ഒരു സർക്കാർ ഇവിടെ നിർത്തി പൊയ്ക്കുമല്ല ചെയ്തത്, വറുത്ത് കോരി ഫ്രൈ ആക്കി എടുത്ത് ഒന്നും മിണ്ടാൻ പറ്റാതെയാണ് വീണ ജോർജ് ഇവിടെ നിന്നത്. ഒന്നും, കാരണം ആദ്യത്തെ പ്രസംഗം വീണ ജോർജിന്റെ ആയിരുന്നു. പക്ഷെ അതിന് കൗണ്ടർ അടിക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. നമ്മൾ വിചാരിക്കും എന്താണ് ഫ്രണ്ടിൽ ക്യാമറ ഉള്ളതുകൊണ്ട് വീണ ജോർജ് അത് അഡ്ജസ്റ്റ് ചെയ്താണ്. ഒരിക്കലുമല്ല, അവർ അഡ്ജസ്റ്റ് ചെയ്തൊന്നുമല്ല. അവർ പൊട്ടിത്തെറിക്കുമായിരുന്നു. നമ്മൾ കണ്ടതാണല്ലോ കഴിഞ്ഞ തവണ കഴുത്തിൽ ബെൽറ്റ് ഇട്ടുകൊണ്ട് വരുന്ന ആ KUC പ്രവർത്തകർ വന്നപ്പോൾ അവരോട് ചൊടിപ്പിച്ച് പോയാൽ നമ്മൾ വീണ ജോർജിനെ കണ്ടതാണ്. ആ ചൊടിപ്പിലുള്ള വീണ ജോർജ് ആണ് ഈ അദ്ദേഹത്തിന്റെ മുന്നിൽ, ഐബിൻ വർക്കിയുടെ മുന്നിൽ ഒന്നും പറയാനില്ലാണ്ട് ഇങ്ങനെ കയ്യും കെട്ടി ഒരു ചെറു പുഞ്ചിരിയോടെ നിന്നത്. കാരണം കൗണ്ടർ അടിക്കാൻ ഒന്നുമില്ല. കാരണം അദ്ദേഹം ചോദിക്കുന്ന വളരെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ബൈ പോയിന്റ് ആണ് എടുത്ത് ചോദിക്കുന്നത്. നമ്മൾ ഓരോ ജനങ്ങളും വീണ ജോർജിനോട് ചോദിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് ഈ അവസാന നിമിഷം ഐബിൻ വർക്കി തൂക്കിയത്. അപ്പൊ ഈ ഈ ഒരു പ്രസ് മീറ്റ് കൊണ്ട് തന്നെ അവിൻ വർക്കി തൂക്കി, ആറന്മുള തൂക്കി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ എന്താണെങ്കിലും ഇവിടെ വീണ ജോർജ് പൊട്ടി പകുതി മുക്കാലും, എന്താണ് ജയിക്കിന്റെ ഇലക്ഷന് മുന്നേ തന്നെ പൊട്ടി എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ. ഒന്നുമില്ലാതെ ആ ലജ്ജയോടെ നിൽക്കുന്ന ഒരു വീണ ജോർജിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നമുക്കറിയാം കോലഞ്ചേരി പാലം 8 വർഷം മുന്നേ പണി തുടങ്ങിയതാണ് കോലഞ്ചേരി പാലത്തിന്റേത്. എന്നിട്ട് ഇവര് തന്നെയാണ് പോസ്റ്റർ അടിച്ചിറക്കിയത് പാലം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ജില്ലാ സെക്രട്ടറി സഞ്ജു ആണ് എന്ത് പറഞ്ഞത്, പാലമല്ല റോഡാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് പാലത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല, പെയിന്റിംഗ് കൂടെ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞുള്ള പാലത്തിന്റെ കോലം എന്ന് പറഞ്ഞാൽ അവിടെ കമ്പികൾ പോലും അവിടെ ദ്രവിച്ച് കിടക്കുന്നത്. അതായത് നമ്മുടെ പില്ലർ വരെ ഇനി ഇടിഞ്ഞു പൊളിഞ്ഞു പോകാൻ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. എന്തിന് പാലം പണിത്, എന്തിന് ഇത്രയും കാശ് മുടക്കി? എന്താണേലും അന്ന് പാലം ഉദ്ഘാടനം ചെയ്തു. അവിടെ കിടന്ന ഒരു സ്കൂട്ടറിന്റെ പുറകിലും റിബൺ വലിച്ചു കെട്ടി, ഒരു തുണിയിലും വലിച്ചു കെട്ടി സംഭവം കത്രിക മുറിച്ച് പാലം ഉദ്ഘാടനം ചെയ്തു. എന്തൊക്കെയാണ് ഇത് കാണിക്കുന്നത്? പിന്നെ എന്താണ് കഴുത്തിന് പരിക്ക് പറ്റിയ ഒരാളെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ഇന്നോവ കാറിന് കൊണ്ടുപോയ മുഖ്യമന്ത്രി വീണ ജോർജ്, ആരോഗ്യമന്ത്രി. ശരിയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു ആരോഗ്യമന്ത്രിക്ക് ഈ ഒരു അവസ്ഥയും ഒരു പരിഗണനയാണ് കൊടുക്കുന്നതെങ്കിൽ സാധാരണ നമ്മുടെ ജനങ്ങൾക്ക് എന്തൊരു പരിഗണനയായിരിക്കും ആരോഗ്യ വകുപ്പിൽ നിന്ന് കിട്ടുക, അല്ലെ? അതൊക്കെ വളരെ വളരെ വ്യക്തമായ ഒരു ചോദ്യമാണ് പറയുന്നത്. പിന്നെ എന്താണ് അവിടുത്തെ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് എന്തൊക്കെയാണ് പറഞ്ഞത്? ഡോക്ടറെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ഒരു വീണ ജോർജ് ആണ്. അപ്പം നമ്മൾ വീണ ജോർജ് എന്നാ ഡോക്ടറെ സപ്പോർട്ട് ചെയ്ത് പറയണം. അപ്പൊ ഡോക്ടർ പറയാണ് ഇല്ല, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണ് അവിശ്വസിക്കുന്നത്? വീണ ജോർജ് തന്നെയല്ലേ പറഞ്ഞ ഇദ്ദേഹം പ്രവർത്തനായിട്ടുള്ള ഒരു ഡോക്ടറാണ്, അന്നങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ്. അപ്പം നമ്മളിവിടെ മന്ത്രിയെ അവിശ്വസിക്കണോ അതോ ഡോക്ടറെ അവിശ്വസിക്കണോ? അപ്പൊ മന്ത്രിയെ വിശ്വസിക്കെങ്കിൽ നമുക്ക് ഡോക്ടറെ വിശ്വസിക്കാമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കണക്കുവശങ്ങൾ. പക്ഷെ ഒന്നും പറയല്ല, അണ്ണാക്കി പിരിവിട്ടുക എന്ന് പറഞ്ഞാൽ അണ്ണാക്കി പിരിവിട്ട് ഇതാണ് മക്കളെ നിൽക്കുകയാണ്. കാരണം ഇതാണ് ഈ 5 വർഷം കൊണ്ട് ഇവർ കാണിച്ചു കൂട്ടിയത്. ഇവർക്കെല്ലാം എക്സ്ക്യൂസുകളുണ്ട്, എക്സ്ക്യൂസുകളുടെ നിറകുടമാണ്. അതുമല്ല കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇവര് ഈ ഒരു 5 വർഷം കൊണ്ട് 160-160ഓളം അന്വേഷണ റിപ്പോർട്ടുകളാണ് ആവശ്യപ്പെട്ടത്. ഈ അന്വേഷണ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടതിൽ ഒരു 10-ന് താഴെയാണ് നടപടി സ്വീകരിച്ചത്. ഇവർക്ക് ഇവർ പഠിച്ചു വെച്ചേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റേഡിയോ പോലെ ഇവരിങ്ങനെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അന്വേഷണം വരട്ടെ, അന്വേഷണം കൊടുക്കാം, അന്വേഷണം റിപ്പോർട്ട് വന്നിട്ട് പറയാം, റിപ്പോർട്ട് വന്നിട്ട് പറയാം. ഈ 5 വർഷക്കാലം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീണ ജോർജിന് ഇത് മാത്രമേ അറിയുള്ളൂ. സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വീഡിയോ ക്ലിപ്പ് ഇവർ 5 വർഷം പറഞ്ഞ ഒരു സംഭവം ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം. ആരോപണം വളരെ ഗൗരവമുള്ളതാണ്. അതിൽ
ആ രീതിയിൽ പിഴവുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും. അടിയന്തരമായ റിപ്പോർട്ട് ലഭ്യമാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായി പരിശോധിച്ച് നൽകണം. ആരൊക്കെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്, അവിടെ ഉണ്ടായിരുന്നത്, എപ്പോൾ എങ്ങനെ പരിശോധിച്ചു, മറ്റുള്ള അതിന്റെ അനുബന്ധമായി നടന്ന കാര്യങ്ങൾ എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് ഉച്ചയ്ക്ക് മുമ്പ് നൽകണമെന്നുള്ളത് DMAയോട് ആവശ്യപ്പെട്ടു. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ DHSനോട് അന്വേഷിച്ച് നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് കാണുന്നു, വളരെ ഗൗരവമായി കാണുന്നു. ഇതിന് ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവും. സാക്ഷിനോട് അപ്പം ഇതാണ് വീണ ജോർജ്. നമുക്ക് നന്നായിട്ട് മനസ്സിലല്ലോ. അപ്പം ഈ ഒരു കാര്യങ്ങളൊന്നും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വെക്കുന്നില്ല. കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പം ഇനിയുള്ള 5 വർഷവും ഇനി ഇതിങ്ങളൊന്നും ചുമക്കാൻ വയ്യ. നിങ്ങൾ ആലോചിച്ചും കണ്ടൊക്കെ വോട്ട് ചെയ്യുക. ഇതൊക്കെ വളരെ മോശമാണ് എന്ന് ഇനിയെങ്കിലും സ്വയം ഉളുപ്പ് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ഇനിയെങ്കിലും വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് തോന്നിയ അഭിപ്രായം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ. അടുത്തൊരു വീഡിയോ പിന്നെ ശ്രദ്ധിക്കാം. ബൈ.